ഉള്ളതിൽ വെച്ച് മറ്റ് പാർട്ടികളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ആളും ഉള്ളവരിൽ വെച്ച് മാധ്യമപ്രവർത്തകരോടൊക്കെ വളരെ മാന്യമായി പെരുമാറുന്ന ആളുമായിട്ടുള്ള താരതമ്യേന മികച്ച ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വേണം കോൺഗ്രസ് മത്സരിക്കാനെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വേണുഗോപാലും സതീശനും ഇതിന് യോഗ്യനല്ല. പിന്നെ ഉള്ളതാരാണ്? പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അബ്സല്യൂട്ട് എന്ന് പറയുന്നില്ല. പിന്നെ ഉള്ളതിൽ മെച്ചം ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. അതിന് ഒരു 5-6 കാരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. അയാളുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയാകുന്നുള്ളതാണോ അയാളുടെ പാർട്ടി വളർത്തുക എന്നുള്ളതാണോ? അയാളുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയാകുന്നുള്ളതാണോ അതോ മോഡിക്കെതിരെ സമരം ചെയ്യുക എന്നുള്ളതാണോ? നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് UDF-നുണ്ടായത്. പ്രതീക്ഷിക്കാത്തൊരു തോൽവി LDF-നുമുണ്ടായി. പക്ഷേ ഈ വിജയം അവരെ മത്തുപിടിപ്പിച്ചിട്ടുണ്ടോ അതോ ഇനി കയ്യും കെട്ടി നോക്കി നിന്നാൽ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു പോകുമെന്നുള്ളൊരു ചിന്തയുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ തങ്ങൾ 100 സീറ്റോളം നേടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പോലും പറയുന്നത്. പക്ഷേ ഇപ്പോൾ മുമ്പ് കണ്ടിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഇവരുടെ നേതാക്കളെല്ലാം വളരെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഇനി നേരിടാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് UDF-നെ കാത്തിരിക്കുന്നത്? അവരെന്തൊക്കെ ചെയ്താലാണ് അവരുടെ ഒരു മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് വളരെ ചുരുങ്ങിയൊരു സമയം മാത്രമേ ഉള്ളൂ, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? സുമേഷ് വളരെ കൃത്യമായി പറഞ്ഞതുപോലെ 9-11 തീയതികളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF പരമാവധി ഒരു 50% കിട്ടിയാൽ നന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന UDF-ൻ്റെ അവസ്ഥ എന്തായിരുന്നു ഒന്ന് ആലോചിച്ചു. നേതാക്കന്മാർ തമ്മിലടി. ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറയായിരുന്നു, ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാരും ഒരാൾ പോലും തെക്കൻ കേരളത്തിലേക്ക് പോലും തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിട്ടില്ല. കുഞ്ഞാലിക്കുട്ടിയൊക്കെ അങ്ങ് മലപ്പുറത്ത് വന്നിരിക്കുകയായിരുന്നു. 2, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും UDF-ന് വലിയ മേൽക്കൈയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ CPM-ൻ്റെ ട്രാപ്പിൽ വീണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ ഉൾപ്പെടെ നടന്നത്. അപ്പോൾ ആ നിലയിൽ സുസംഘടിതമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടത്താൻ കഴിഞ്ഞില്ല. സാമൂഹ്യ മാധ്യമ രംഗത്ത് പോലും അവർക്ക് സുസംഘടിതമായി ക്യാമ്പയിൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല സംഘടനാപരമായി തന്നെ ദുർബലമായിട്ടുള്ളൊരു KPC നേതൃത്വം. ബൂത്ത് തലത്തിൽ പോലും ഒരു 50-60% സ്ഥലത്തെ ബൂത്ത് കമ്മിറ്റികൾ പോലും ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ CPM-നെ സംബന്ധിച്ചുള്ള കള്ളത്തരമാണ് കാണിച്ചിരുന്നെങ്കിലും പൈസയും സംഘടനാ ശക്തിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വലിയൊരു മേൽക്കൈ തെരഞ്ഞെടുപ്പ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ വളരെ ശക്തമായി തന്നെ പോരാടിലായിരുന്നു. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം 2020 തെരഞ്ഞെടുപ്പിൽ ഒരു 65-70% സ്ഥലത്ത് ജയിച്ചിരുന്നുണ്ട്. ഒരു 50% കിട്ടും. അത് പറയുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞ് നിൽക്കാം. ഇപ്പം ശബരിമല പോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ ഇത്ര ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് നിൽക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ എന്താ കണ്ടത്? തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ കണ്ടത് സമഗ്രമായ വിജയം UDF-ന്. ഇപ്പം നമ്മൾ ഈ തട്ടുകളെടുത്ത് നോക്കിയാൽ ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് 7-7 എന്ന് പറഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് മാത്രം 7-7 എന്ന് പറഞ്ഞ് വരുമ്പോൾ 2020 2 ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരുന്ന 5 കൂടുതൽ കിട്ടി. കോർപ്പറേഷൻ ആണെങ്കിൽ ഒരെണ്ണമാണ് ആകപ്പാടെ കിട്ടിയത്. ഒരെണ്ണം അവരുടെ കയ്യിൽ നിന്ന് BJP-യിലേക്ക് പോയി. മനസ്സിലായോ? CPM-ൻ്റെ ഉറച്ച കോട്ടകളിലെല്ലാം അവർ തകർന്നു. മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്കിലും എല്ലായിടത്തും പഞ്ചായത്തിലും ഒക്കെ അവർക്ക് വലിയ വിജയം ഉണ്ടായി. 600 പഞ്ചായത്തുകൾ എല്ലാം അവർ ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 500 ചില്ലാനം പഞ്ചായത്തുകളാണ് LDF ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ 600 പഞ്ചായത്തുകൾ അവർ ജയിച്ചു. അപ്പോൾ ആ നിലയിൽ സമഗ്രമായിട്ടുള്ളൊരു വിജയം അവർക്ക് നേടാൻ. അപ്പോൾ ഇത് അവർക്ക് സ്വാഭാവികമായിട്ടും വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരിപ്പം വയനാട്ടിൽ കൂടിയിട്ടുണ്ട്. വയനാട്ടിൽ കൂടി ഒരുമിച്ച് നിന്ന് വെളുക്ക് ചിരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഞാൻ സുമേഷ് പറഞ്ഞതിനോടൊന്നും അത്ര യോജിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഒരു BJP അനുകൂല നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിരുന്നത്. അതുമാത്രമല്ല, ശശി തരൂർ ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി UDF നേതൃത്വവുമായിട്ടൊക്കെ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് പൊതുമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്നലെ അദ്ദേഹം അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനകത്തൊക്കെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ BJP എത്ര തന്നെ ആയിരിച്ചിട്ടും അവിടെ വാതിൽ തുറന്നു കിട്ടിയില്ല. അതില്ല, മനസ്സിലായോ? അപ്പോൾ ആ സാഹചര്യത്തിൽ അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ വരുമ്പോൾ ഇവന്മാർ ഒരുമിച്ച് നിൽക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. സുമേഷിന്റെ ഭാഗത്തിൽ ഉറച്ച് നിൽക്കുക. ഞാൻ എൻ്റെ പാരലായിട്ട് പോയിക്കോട്ടെ, അത് പ്രശ്നമില്ല. പക്ഷേ ഈ UDF-ന് അടുത്ത തവണ ജയിക്കില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ജയിക്കുമെന്ന് തന്നെയാണ് കുറച്ച് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കുറച്ച് കാണരുത് ഈ LDF-കാരനെ. കാരണം എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ, എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു സെറ്റ്. 2, 10 വർഷം അവരുടെ ഇരുന്ന അധികാരം പെട്ടെന്ന് അവർ സുപ്രഭാതത്തിൽ ഇല്ലാതെ പോയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 10 കോടി രൂപ കിട്ടും 10 മിനിറ്റ് കഴിഞ്ഞ് വിചാരിച്ചിരിക്കും. 10 കോടി രൂപ 10 മിനിറ്റ് കഴിഞ്ഞ് കിട്ടുമെന്ന് വരുന്നവൻ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 10 കോടി അങ്ങോട്ട് കൊടുക്കേണ്ട സ്ഥിതിയിലാണ്. മനസ്സിലായോ? അത് മാത്രമല്ല 10 വർഷമായിട്ട് അങ്ങ് അഭിരമിക്കുകയായിരുന്നു.
എല്ലാവരും പാർട്ടി അണികളൊഴിച്ച് പാർട്ടിയുടെ ഭാരവാഹികളെല്ലാം കാശിനകത്ത് കിടന്ന് ജീവിക്കുക. ഇത് പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു വലിയ പ്രശ്നം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാനും അവർ മടിക്കില്ല. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ തർക്കിക്കുകയായിരുന്നു. കാരണം CPM ഇനിയും വരാൻ വേണ്ടിയിട്ടുള്ള പണികൾ അവർ ചെയ്യും, അവർ വന്നാലേ അത്ഭുതപ്പെടണമെന്നൊക്കെ പറഞ്ഞെടുത്ത് ഒരാൾ തർക്കിച്ചു. എൻ്റെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ്, പേര് ഞാൻ പറയുന്നത്. അപ്പോൾ അയാളുടെ വാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ഷേമ പെൻഷന് 10,000 രൂപയാക്കും, അവർ സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഒരു 5,000 രൂപ വരെ കൊടുക്കാൻ തയ്യാറാവും, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളമൊക്കെ ഭീകരമായിട്ട് കൂട്ടുകൂട്ടും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നോക്കാനില്ല, ഖജനാവിൽ ഇപ്പോൾ ഒരു നയ പൈസ ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, പ്രഖ്യാപിച്ചാൽ മതിയല്ലോ, നടപ്പിലാക്കേണ്ട കാര്യം പിന്നീടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത കൊണ്ട് ജയിക്കുമല്ലോ എന്നുള്ള സംബന്ധിച്ച് എനിക്ക് തർക്കം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് തർക്കിക്കാൻ പോയില്ല. കാരണം ഒക്ടോബർ 29 15,000 കോടി രൂപ വെച്ചിട്ട് ഒന്നും ഗുണമുണ്ടായില്ല, അതിൽ ഞാൻ തർക്കിക്കാം. പക്ഷേ അപ്പുറത്ത് എന്തും ചെയ്യാൻ തയ്യാറായി. പിന്നെ 2 പ്രാവശ്യം മത്സരിച്ച് മുഴുവൻ മാറ്റി, കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവനെ വരെ വേണമെങ്കിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തും ചെയ്യാൻ തയ്യാറായി അവരപ്പുറത്ത് നിൽക്കും. ഇപ്പുറത്ത് ഈ UDF എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം പോലും ജയിക്കാൻ നല്ല സാധ്യതകളെടുത്തും തോൽക്കാമെന്ന് പലപ്പോഴും കാണിച്ചിട്ടുള്ളൊരു സംവിധാനമാണ് UDF. അത് മറക്കരുത്. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വിജയം കിട്ടി എന്നുള്ളത് കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാം ഭദ്രമായിരിക്കും എന്നൊന്നും ഇപ്പം നമുക്ക് വിശ്വസിക്കുക വയ്യ. പക്ഷെ എന്നാലും 10 വർഷം പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അത്ര ഒരു സ്മൂത്ത് എക്സർസൈസ് ആയിരിക്കും എന്ന് നമ്മൾ കരുതുക വയ്യ. ഈ ചിരിയെല്ലാം എല്ലാ കാലത്തും നിൽക്കുന്നതെന്ന് നമുക്ക് കരുതാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത് ഒറ്റക്കെട്ടായി വിജയിച്ചു വരാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ഉള്ള എൻ്റെ ചില റിഫ്ലക്ഷൻസ്, ചില നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ. അതിലൊന്നാമത് എനിക്ക് നടത്താനുള്ളൊരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞ പരിപാടി മാറ്റണം. അതെ, തീർച്ചയായിട്ടും. അല്ല, അത് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പൊതുജനങ്ങളുടെ ഉള്ളിൽ KC വേണുഗോപാലോ അല്ലെങ്കിൽ VD സതീശനോ ആണെന്നുള്ള ഒരു തോന്നൽ സ്വാഭാവികമായിട്ടുണ്ട്. അത് ഇപ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങളുടെ കയ്യിലുണ്ട്. ഈ 2 പേരും വരുന്നത് പൊതുജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അല്ല, ഞാനതിലേക്ക് വരാം. ഞാനതിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് KC വേണുഗോപാൽ സതീശനോ അതിനകത്തൊക്കെ ഞാൻ പിന്നീട് വരാം. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണം. അതാണ് എൻ്റെ ആവശ്യം. കാരണം അപ്പുറത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവനായാലും അഴിമതിയുടെ മുഴുവൻ ചെളിയും നിറഞ്ഞവനായാലും അപ്പുറത്തൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ട് നിങ്ങൾക്ക്. അതെ, അയാൾ ആണ് ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ അഴിമതിക്കാരാണെങ്കിലും അയാളാണ് അവരുടെ നേതാവ്. അങ്ങനെ ഒരുത്തൻ അവിടെ നിൽപ്പുണ്ട്. അതിന് യോഗ്യനാണോ എന്നുള്ളതൊക്കെ ജനം തീരുമാനിച്ചോട്ടെ. പക്ഷേ ഒരാൾ അവിടെ ഉണ്ട്. മറുഭാഗത്ത് നിങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് പറയുന്നത്? എന്തിനാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവണ്ടേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇടപെടാവും. ഞാൻ പറഞ്ഞു, ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉള്ളതിൽ വെച്ച് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളായിരിക്കണം, അല്ലേ? ഉള്ളതിൽ വെച്ച് യോഗ്യനും, ഉള്ളതിൽ വെച്ച് കാര്യശേഷിയുള്ളയാളും, ഉള്ളതിൽ വെച്ച് ഇതുപോലുള്ള അധികാര സ്ഥാനങ്ങളിൽ കൂടുതൽ ഇരുന്നിട്ടുള്ളയാളും, ഉള്ളതിൽ വെച്ച് മറ്റ് പാർട്ടികളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ആളും, ഉള്ളവരിൽ വെച്ച് മാധ്യമപ്രവർത്തകരോടൊക്കെ വളരെ മാന്യമായി പെരുമാറുന്ന ആളുമായിട്ടുള്ള താരതമ്യേന മികച്ച ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വേണം കോൺഗ്രസ് മത്സരിക്കാനെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയാൻ കാര്യം എന്താ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇല്ല എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വശത്ത് രമേശ് ചെന്നിത്തല നിൽക്കുന്നു, മറുവശത്ത് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് ഇത്തവണ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ നിൽക്കുന്നു, മറുവശത്ത് കേന്ദ്ര പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് ഇങ്ങോട്ട് കെട്ടിയിറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ. അങ്ങനെയാണല്ലോ 3 പേര് വന്നിട്ടുള്ളത്. അല്ല, ഇത് 3 ആണെങ്കിലും വീണ്ടും ജനങ്ങളുടെ മനസ്സിൽ വേറെ ആൾക്കാരുടെ പേരുണ്ട്. K മുരളീധരനും K സുധാകരനും അതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ അത്രയും പോകുന്നില്ല. ഞാൻ ഈ 3 പേരിൽ കേന്ദ്രീകരിക്കുക. ഈ 3 പേരെ നമ്മളൊന്ന് എടുത്തേ. നമുക്ക് KC വേണുഗോപാലിനെ ആദ്യം എടുക്കാം. KC വേണുഗോപാൽ അവരുടെ ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. ആ പാർട്ടി വലിയ തോതിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ് അഖിലേന്ത്യാ തലത്തിൽ. ബീഹാറിൽ പോലും പരാജയപ്പെട്ടു. ഇനി 5 സംസ്ഥാനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അവിടെയൊക്കെ ദുർബലമാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ദേശീയ തലത്തിൽ തന്നെ ഈ 24/7 ജോലിയുണ്ട് സുമേഷ്.
24/7 ജോലി. അത്രയും ജോലി ചെയ്തിട്ട് പോലും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ച സ്ഥലങ്ങളിലുള്ള അവസ്ഥ നമ്മൾ കണ്ടതല്ലേ? അല്ല, ഞാൻ പറഞ്ഞ അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഫലപ്രദമായാലും അല്ലെങ്കിലും ദേശീയ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയിൽ അയാൾക്കുള്ള ജോലി എന്ന് പറയുന്നത് ഇരുട്ട് വെളുക്കെ അയാൾക്കുള്ള ജോലി ഡൽഹിയിലാണ്. അതെ. കാരണം കഴിഞ്ഞ പിന്നെ ഒരു 1.5 വർഷം മുമ്പ് BJP ജയിച്ചതിന് ശേഷം എത്ര സ്ഥലത്താണ് തോറ്റത്? ബീഹാറിലൊക്കെ നമ്മൾ ജയിക്കുന്ന ഉറച്ച വിശ്വാസത്തിൽ തോറ്റു. ഇപ്പം മഹാരാഷ്ട്രയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഇനിയിപ്പോൾ 5 സ്ഥലത്ത് വരാൻ പോകണം. അപ്പോൾ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിന് ഡൽഹിയിൽ പിടിപ്പത് പണി ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ ഒന്ന് തീർന്നില്ല. 2, അയാൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MP ആണ് സുഹൃത്തെ. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമനാണ്, MP ആണ്. അവിടെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ശക്തിയായിട്ടുള്ള എല്ലാ പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കുന്ന, വോട്ടുകൊള്ള നടത്തുന്ന ഫാസിസ്റ്റ് ആയിട്ടുള്ള മോഡിയാണ് ഭരിക്കുന്നത്. അല്ല, പറയട്ടെ, ഒന്ന് പറഞ്ഞു തീർന്നോട്ടെ. ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ 2ാം സ്ഥാനക്കാരനും MP-യുമാണ് KC വേണുഗോപാല്. ആ KC വേണുഗോപാലിന് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ എന്ത് യോഗ്യതയാണുള്ളത്? അയാൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അയാളുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയാകുന്നുള്ളതാണോ, അയാളുടെ പാർട്ടി വളർത്തുക എന്നുള്ളതാണോ? അയാളുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയാകുന്നുള്ളതാണോ, അതോ മോഡിക്കെതിരെ സമരം ചെയ്യുക എന്നുള്ളതാണോ? ഞാൻ പറഞ്ഞ രണ്ടാമതാണെങ്കിൽ അയാൾ അവിടെ നിൽക്കുകയാണ് വേണ്ടത്. ഇനി അടുത്ത ഒരു വിഷയം നമ്മൾ നോക്കൂ. കഴിഞ്ഞ 5 വർഷക്കാലം അയാൾ എവിടെ ഉണ്ടായിരുന്നു? ഒരു സമരവും നടന്നില്ല, ഒരു പുല്ലും നടന്നില്ല. അതിൽ എവിടെയെങ്കിലും ഒരു സമരമുഖത്തുണ്ടായിരുന്നോ? എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അയാൾ വന്നിരുന്നിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതികൾ സ്ത്രീകളുമായിട്ടിരുന്നിട്ട് ഇതൊക്കെ ഭയങ്കര ബോറാണ്. അപ്പോൾ അയാൾക്ക് അതിന് കഴിയില്ല. ഇനി നമ്മൾ VD സതീശനിലേക്ക് വരും. VD സതീശനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ VD സതീശനെതിരായി പരസ്യമായി 4-5 വർഷക്കാലമായി നിലപാട്, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സമയത്തും ഞാൻ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് VD സതീശനുമായി വ്യക്തിപരമായി ഒരു പ്രശ്നവും ഇല്ല. VD സതീശനോട് വ്യക്തിപരമായി എനിക്ക് ഒരു എതിർപ്പുമില്ല. VD സതീശൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചില കാര്യങ്ങൾ മറ്റേ ഓൺലൈൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐസക്കിനെതിരെയുള്ളൊരു അതിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ വരികയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് വ്യക്തിപരമായി എനിക്ക് VD സതീശനുമായിട്ട് എനിക്കൊരു വിഷയവുമില്ല. പക്ഷേ എൻ്റെ വിഷയം എവിടെയാ? എൻ്റെ വിഷയം 81 വയസ്സുള്ളപ്പം മുതൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ, അച്യുതൻ. എന്നാൽ ഈ VD സതീശൻ എന്ന് പറഞ്ഞ ആൾ 58 വയസ്സിലാണ് പ്രതിപക്ഷ നേതാവായത്. 58 വയസ്സ് പറഞ്ഞാൽ ചെറുപ്പമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് മാത്രമല്ല വലിയ വാഗ്മി, 5 പ്രാവശ്യം MLA ആയ അയാൾ എന്ത് ചെയ്തു ഈ കഴിഞ്ഞ 5 വർഷം? ഇതാണ് എൻ്റെ ചോദ്യം. ഇനി അയാൾ ഈ 5 വർഷക്കാലം സമരമുഖങ്ങളിൽ നിൽക്കുകയും വിഷയങ്ങൾ എടുത്തുകൊണ്ട് വരികയും നിയമപോരാട്ടമൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, അയാളെ പൊതുമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ആളെ ഞാനാകുമായിരുന്നു. അല്ല, തീർച്ചയായിട്ടും അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാവുന്ന എത്രയോ വിഷയങ്ങളുണ്ടായിട്ടും ഒരു വിഷയവുമായിട്ട് ഈ VD സതീശൻ കോടതിയെ സമീപിച്ചിട്ട് ചരിത്രമില്ല. പക്ഷെ അതിന് മുമ്പ് രമേശ് ചെന്നിത്തല ഞാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഞാൻ വരാം. നമ്മൾ കഴിഞ്ഞ 5 വർഷം സതീശനെ നിർത്തി നോക്കിയേ. എന്ത് വിഷയങ്ങൾ സതീശൻ ഉയർത്തിക്കൊണ്ടുവന്നു? എന്ത് വിഷയങ്ങളിൽ സമര പോരാട്ടങ്ങൾ നടത്തി? എന്ത് വിഷയങ്ങളിൽ നിയമ പോരാട്ടങ്ങൾ നടത്തി? ഞാൻ പറഞ്ഞ സതീശൻ തന്നെ സ്വയം വിമർശനപരമായിട്ടൊന്ന് ചിന്തിക്കുക. കാരണം സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുന്നത് അയാൾ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ. അതെ, അയാൾ മുഖ്യമന്ത്രി ആവാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രം എന്ന നിലയിലായിരിക്കണമല്ലോ. അങ്ങനെ അയാൾ എന്താണ് കഴിഞ്ഞ 5 വർഷം ചെയ്തത്? ഒന്നും ചെയ്തില്ല. ആകെ 1-2 പ്രാവശ്യം കോടതിയിൽ പോയി, അത് കോടതി എടുത്ത് ഔറ്റോട്ടെ കളഞ്ഞു. ഏത് സമരത്തിനാണ് അയാൾ നേതൃത്വം കൊടുത്തത്? ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലൊന്നും പോകുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 58 വയസ്സായിരുന്നു അയാൾക്ക് പ്രതിപക്ഷ നേതാവ്. എനിക്കൊന്നും ഒരുപക്ഷെ കുറേ കാലത്തിന് ശേഷം ഇത്രയും ചെറുപ്പക്കാരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വാഗ്മി, വളരെ സുമുഖൻ, വളരെ എല്ലാം. അയാൾക്ക് എന്ത് ചെയ്യാനായിരുന്നു തടസ്സം? അയാൾക്ക് ഏത് വിഷയങ്ങൾ എടുത്തുകൊണ്ടിരുന്നതിനായിരുന്നു തടസ്സം? ആരെങ്കിലും അയാളെ തടസ്സപ്പെടുത്തിയിരുന്നു? ഇപ്പോൾ CPM ആണെങ്കിൽ CPM-ൽ അച്യുതാനന്ദൻ എന്തെങ്കിലും എടുത്താൽ പിണറായി വിജയൻ തടയും. കോൺഗ്രസിന് അങ്ങനെയൊന്നും. എന്ന് മാത്രമല്ല, ഏറ്റവും അഴുകി പുഴുത്ത് ചീഞ്ഞ് നാറിയ ഒരു സർക്കാരല്ലേ സുമേഷ് ഇവിടെ അധികാരത്തിൽ? ഇത്രയും വൃത്തികെട്ടൊരു സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ അവിടെയാണ് വിഷയം. കാരണം സാധാരണക്കാരന് പോലും പ്രതികരിക്കണമെന്ന് തോന്നിപ്പോകുന്ന വിഷയങ്ങളിൽ പോലും നിശബ്ദത പാലിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് കേരളം കണ്ടത്. അപ്പോൾ ഇനി 2, ഞാൻ സതീശനോടുള്ള എതിർപ്പോ സതീശനോടുള്ള വിമർശനമൊന്നും കൊണ്ട് ഞാൻ ചോദിക്കുകയല്ല.
മുഖ്യമന്ത്രി ആവേണ്ട ആൾക്കുള്ള യോഗ്യത സതീശനുണ്ടോ ഞാൻ ചോദിക്കുക. എന്താ കാരണം എന്നറിയാം? അയാൾക്ക് ആകപ്പാടെ ഉള്ളത് എന്താണ്? 5 തവണ MLA. അതെ, അതുകൊണ്ട് മുഖ്യമന്ത്രി കോൺഗ്രസിലെ അധികാര സ്ഥാനങ്ങളിൽ അയാൾ ഇരുന്നിട്ടുണ്ടോ? അയാൾ സർക്കാരിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ടോ? ഇതൊക്കെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. ആര് മുഖ്യമന്ത്രി ആയാലും. ഇപ്പോൾ VS അച്യുതാനന്ദന് 8ാം ക്ലാസ്സിലെ പഠനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ VS അച്യുതാനന്ദൻ ആ പാർട്ടിയെ 70 വർഷം നയിച്ചൊരു മനുഷ്യനായിരുന്നു. ഇനി നിങ്ങൾ ഇവൻ ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഈ ചെളിയിൽ മാത്രം നിൽക്കുന്ന പിണറായി വിജയനെ പോലും നിങ്ങൾ എടുത്ത് നോക്ക്. അയാൾ 4 ടൈം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, വൈദ്യുതി മന്ത്രിയായിരുന്നു. മനസ്സിലായി? കണ്ണൂരത്തെ CPM-ന്റെ പ്രബലനായ നേതാവായിരുന്നു. അങ്ങനെയാണ് അയാൾ. ഇയാൾക്ക് എന്താണ് അതിനുള്ള യോഗ്യത? ഇയാൾ ആകെപ്പാടെ 5 തവണ മുഖ്യമന്ത്രിയായിരുന്നു. ഇനി ഇയാൾക്ക് പിന്നെ ഈ പാർട്ടികളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ ഞാൻ ചോദിക്കുക. സ്വന്തം പാർട്ടിയുടെ KMPC പ്രസിഡന്റിനോട് എങ്ങനെയാണ് പെരുമാറിയത്? തെറിവിളിയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ മാലയിടാൻ വന്നപ്പോഴത്തേക്ക് തള്ളുക, മൈക്ക് തള്ളി കളയുക, ആ ചീത്ത വിളി നമ്മൾ കണ്ടതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും പറഞ്ഞിട്ടും അയാൾ പിന്നെ ഇവനെതിരെ അൻവറിനെതിരെ നിൽക്കുന്നത്. എന്നിട്ട് ഇപ്പം നാണം കെട്ടിപ്പോൾ അൻവറിനെ തിരിച്ച് കൂടെ കൂട്ടി എത്രയോ വിവാദങ്ങൾ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ ഇവരെ ഈ ഘടകകക്ഷികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇനി മാധ്യമങ്ങളോടുള്ള അയാളുടെ ഇടപെടൽ എന്താ? നമ്മൾ മാധ്യമങ്ങളെ പല കാര്യങ്ങളിലും വിമർശിക്കും. പക്ഷേ മാധ്യമങ്ങൾ 2 പറഞ്ഞാൽ 10 തിരിച്ചയാൾ അങ്ങോട്ട് പറയും. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ 5 തവണ അല്ലെങ്കിൽ 4 തവണ താൻ MLA ആയി എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരു കാരണവശാലും അയാൾ മുഖ്യമന്ത്രി പദത്തിന് യോഗ്യനാവുന്നില്ല സുമേഷ്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഇനി ഇതൊന്നുമല്ല, ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നില്ലെങ്കിൽ പോലും അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കാൻ യോഗ്യനാവുമായിരുന്നു. എങ്ങനെ? അയാൾ സമരമുഖങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അയാൾ സമര പോരാട്ടങ്ങൾ നയിച്ചിരുന്നുവെങ്കിൽ, അയാൾ നിയമ പോരാട്ടങ്ങൾ നയിച്ചിരുന്നുവെങ്കിൽ അയാൾ വരുമായിരുന്നു. അയാൾ ആപ്പാടെ ചെയ്ത് എന്താണ്? നിയമസഭയ്ക്കകത്തിടന്ന് ഗുവാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, ഞാനത് ബോംബ് കൂട്ടി, എന്തൊക്കെ അപഹാസ്യനായിട്ട് അയാൾ കഴിഞ്ഞ. കേരളം ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും വലിയൊരു സമരമായിരുന്നു ആശാവർക്കർമാരുടെ സമരം. അതിൽ പോലും അദ്ദേഹത്തിന് ഒരു മിനിറ്റ് പോലും ഒരു നിരാഹാരം അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഒരു മിനിറ്റ് പോലും. ഞാൻ കഴിഞ്ഞ 5 വർഷം അയാൾ പ്രതിപക്ഷ നേതാവ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അയാൾക്ക് ഈ ഗവൺമെൻറ്റിനെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പുഴുത്ത ഒരു സർക്കാരിനെ കിട്ടിയതുപോലെ വേറൊരു പ്രതിപക്ഷ നേതാവിന് കിട്ടിയിട്ടുണ്ടോ? അപ്പം അയാൾക്ക് അതിനുള്ള യോഗ്യതയില്ല. ആ യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ ദയവായിട്ട് അയാൾ വ്യക്തിപരമായി എടുക്കാതിരിക്കുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരാളെ പിന്താങ്ങി ഒരാളെ എതിർത്തുന്നുള്ളതുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ഇവരുടെ ആരുടെയും ഗുണം കാക്ഷിച്ചവനല്ല. ഞാൻ KPC പ്രസിഡൻ്റായിട്ട് ബെന്നി ബെഹനാൻ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാമ്പയിൻ ചെയ്തു. അതെൻ്റെ ഉറച്ച ബോധ്യമായിരുന്നു. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി എന്നെ പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്തു. ഒരു കോൺഗ്രസ്സുകാരനും എന്നെ സഹായിക്കാൻ വന്നില്ല. കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാരെല്ലാം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവരിൽ നിന്ന് വ്യക്തിപരമായ ഞാൻ പൊളിറ്റിക്കലായി എൻ്റെ ബോധ്യത്തിനടിസ്ഥാനത്തിൽ അപ്പോൾ വേണുഗോപാലും സതീശനും ഇതിന് യോഗ്യനല്ല. പിന്നെ ഉള്ളതാരാണ്? പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അബ്സല്യൂട്ട് എന്ന് പറയുന്നില്ല. പിന്നെ ഉള്ളതിൽ മെച്ചം ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. അതിന് ഒരു 5-6 കാരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. 2016 മുതൽ 21 വരെ അയാൾ പ്രതിപക്ഷ നേതാവായിരുന്നു. എത്ര തവണ പിണറായി വിജയനെ മുട്ടുകുത്തിച്ചു? എത്ര വിഷയങ്ങൾ? 1/2 ഡസൻ തവണയെങ്കിലും പിണറായി വിജയൻ കോടതി പോയിട്ടുണ്ട്. സ്പ്രിംഗ്ലറിൻ്റെതായാലും പിന്നെ ബ്രൂവറിയുടേതായാലും പിന്നെ ആഴക്കടൽ മത്സ്യബന്ധനം, ബെവ്കോ ആപ്പ്, പമ്പ മണൽക്കടത്ത്, എത്ര വിഷയങ്ങളിൽ അയാൾ പിണറായി വിജയനെ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. ഇയാൾ ആരെങ്കിലും മുട്ടുകുത്തിച്ചിട്ടുണ്ടോ? 2, അയാളുടെ കാര്യം നമ്മളൊന്ന് എടുത്ത് നോക്കിയേ. രമേശ് ചെന്നിത്തലയുടെ ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇത്ര ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് കഴിഞ്ഞ 5 വർഷമായി ഒരു സ്ഥാനമില്ലാതെ നടക്കുന്ന വേറൊരാൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് എന്ത് സ്ഥാനമാണുള്ളത്? അയാൾ 19 വർഷം മുമ്പ് അയാൾ പ്രവർത്തക സമിതി അംഗമായിരുന്നു. 19 വർഷം മുമ്പ്. മനസ്സിലായില്ലേ? 28ാമത്തെ വയസ്സിൽ അയാൾ മന്ത്രിയായി, റൂറൽ മന്ത്രി. മനസ്സിലായോ? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി വലിയ പാണ്ഡിത്യം. ഞാനൊരു തവണ അയാളുടെ മുമ്പിൽ പോയിരുന്നപ്പോൾ അയാൾ ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴത്തേക്ക് റിഫൈൻഡ് ഇംഗ്ലീഷ് പറയുന്നു. നമ്മൾ ഈ പിന്നെ റഹീമിൻ്റെയൊക്കെ ഇംഗ്ലീഷ് കേട്ട് വരുന്ന അയാൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ട് തൊഴുതു പോകും. ഭാഷയിലുള്ള പാണ്ഡിത്യം. അയാൾ വഹിക്കാത്ത സ്ഥാനങ്ങൾ. അയാൾ 10 വർഷം KPC പ്രസിഡൻ്റായിരുന്നു ഉമേഷ്. നമ്മൾ 4 തവണ MP, 4 തവണ MLA, പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി. അല്ല, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു നല്ല കാര്യമുണ്ട്. അതായത് ആ ചുരുങ്ങിയ കാലത്തിലാണെന്ന് ഓർക്കണം, ഓപ്പറേഷൻ കുബേര. ആ ഓപ്പറേഷൻ കുബേര ഇന്ന് നിർജീവമാണ്. പക്ഷേ ആ ഓപ്പറേഷൻ കുബേര കൊണ്ട് അന്ന് എത്ര പേര് രക്ഷപ്പെട്ടു. അതിൽ നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം, ഈ സാധാരണക്കാരൻ്റെ ഒരു വിഷയത്തെ അദ്ദേഹം എത്ര ആത്മാർത്ഥമായി ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേറെ അധികാര സ്ഥാനങ്ങളിലിരുന്നൊരു മനുഷ്യൻ, ഇത്രയേറെ അധികാര സ്ഥാനം പറഞ്ഞാൽ അത്രയും പരിചയമാണ്
ഞാൻ പറഞ്ഞത് നമ്മൾ ആലോചിച്ച് നോക്കണ്ടെന്നറിയോ, അയാൾ KPC പ്രസിഡന്റ് ആകുന്ന സമയം ഏതാണെന്നറിയോ? കർണാടകം പാർട്ടിയിൽ നിന്ന് പോയ സമയത്താണ് അയാൾ KPC പ്രസിഡന്റ് ആകുന്നത്. ഈ പാർട്ടി പൊളിഞ്ഞു പോകും എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് KPC പ്രസിഡന്റ്. എന്നിട്ട് അയാൾ 10 വർഷം ഇരുന്നു. ആ 10 വർഷം ഇരുന്ന സമയത്ത് എത്ര തവണ പിന്നെ 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 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഈ 2025 മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആകെപ്പാടെ ഒരു തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ചത് 2010-ലാണ്. സുമേഷ് നമ്മൾ ആലോചിച്ചു. അപ്പം അത്രയേറെ ഭരണപരിചയവും സംഘടനാ പരിചയവുമുള്ള ഒരാൾ. ഇനി ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇല്ലല്ലോ. ഉമ്മൻചാണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് അണികളുമായിട്ട് ആത്മബന്ധമുള്ള രമേശല്ലേ, ബെന്നി ബെഹനാനോടൊപ്പം. അപ്പം ആത്മാർത്ഥമായി പാർട്ടി അണികളുമായിട്ട് ആത്മബന്ധം, ഭരണപരിചയം, സംഘടനാ മികവ്. ഇനി മാധ്യമങ്ങളോട് ഇടപെടൽ നോക്കി, എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും മാധ്യമങ്ങളുമായിട്ട് രമേശ് ചെന്നിത്തല തട്ടിക്കയറുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ഒരു തവണ പോലും കണ്ടിട്ടില്ല. ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാൻ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ആരും ചർച്ച ചെയ്യാത്ത, അയാൾ ലഹരി വിരുദ്ധ ഒരു സന്നദ്ധ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അയാൾ പിന്നെ പരിപാടികൾ നടത്തി. ഇതൊരു ചെറിയ കാര്യമാണ്. കാരണം ഇത് ചെയ്യുമ്പോൾ അയാളുടെ ഒരു അധികാരമില്ലെന്ന് നമ്മൾ ഓർക്കണം. അതെ, ഇവിടെ ഗവൺമെൻറ് ചെയ്തോ? എല്ലാ ജില്ലയിലും ഇതുപോലെ എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്തോ? പ്രതിപക്ഷം ചെയ്തോ? KPCC ചെയ്തോ? ആരും ചെയ്തില്ല. എല്ലാവരും ലഹരി വിരുദ്ധം പറഞ്ഞിട്ട് അവരവരുടെ വഴി പോയി. പക്ഷേ ഒരു അധികാരമില്ലായിരുന്നു ഈ മനുഷ്യൻ ഒരു സന്നദ്ധ സംഘടന ഉണ്ടാക്കി. എനിക്കൊന്ന് ഇടുക്കി, എറണാകുളം അവിടെയൊക്കെ ഉണ്ട് 4000 ആളുകളാണ് അതിനകത്ത് പങ്കെടുത്തത്. ഇതൊക്കെയല്ലേ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്? ഇനി ശബരിമല കൊള്ളാമലെടുത്ത് നോക്കിയേ, അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയക്കെതിരായിട്ടാണ് അയാൾ കോർത്തത്. വേറെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ കോർക്കാൻ തയ്യാറാവുമോ? അവനിതുപോലെ എന്തെങ്കിലും കൈ കിട്ടിയാൽ വിചാരിക്കും, എന്തിനു വെറുതെ ഇത്രയും വലിയ സെറ്റുകാരെയൊക്കെ നമ്മൾ പിന്നെ ആൻറ്റഗണൈസ് ഇന്നലെ വിചാരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ 3 പേര് എടുത്തു നോക്കിയാൽ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത നിഷ്പക്ഷമായി നോക്കിയാൽ പോലും ഏറ്റവും കൂടുതലുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. അതുകൊണ്ട് അയാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി വേണം തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. ഇതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. കാരണം അപ്പുറത്ത് പിണറായി നിൽക്കുകയാണ്. അപ്പുറത്ത് പിണറായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുഖ്യമന്ത്രി ഇല്ല. അല്ലല്ല, അത് കാരണം അവിടെ അത് മാത്രമല്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാത്തത് കൊണ്ട് മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് പൊതുജനങ്ങളുടെ മനസ്സിൽ അധികാരം കയ്യിൽ കിട്ടിയാൽ, അതായത് ഇവർ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു കടിപിടി ഉണ്ടാകുമോ എന്നുള്ളൊരു വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ട്. കാരണം ഈ 10 വർഷത്തെ കാലമായി ജനങ്ങൾ അങ്ങനെ പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് എങ്ങനെയെങ്കിലും ഇനിയെങ്കിലും കുറച്ചു കാലം സമാധാനമായിട്ടെങ്കിലും ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കിംവദന്തി, അതായത് അവരുടെ ഉള്ളിലുള്ളൊരു ആശങ്ക ഇതാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് നിർത്തി തന്നെ UDF മുന്നോട്ട് പോകണം. 2, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തമ്മിൽ കടിപിടി ഉണ്ടാവരുത്. കാരണം 10 വർഷം പുറത്തായിരുന്നു ഉറപ്പാണ്. ഇതൊരു സുവർണ്ണ അവസരം കിട്ടിയിരിക്കും. ഈ അവസരം പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിവിടെ ഇല്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ദുരിതം മുഴുവൻ ജനങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് ആ നിലയിൽ കടിപിടി കൂടരുത്. എത്രയോ ഉത്തമരായിട്ടുള്ള നേതാക്കന്മാർ പിന്നെ ഇതിനകത്തുണ്ട്. എത്രയോ ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരിൽ എന്താണ് അബിൻ വർക്കി, ജിൻഡോ ജോൺ, ഈവൻ പിന്നെ BRM ഷഫി, അങ്ങനെയൊക്കെയുള്ള എത്രയോ ഉശിരന്മാരായിട്ടുള്ള ആളുകൾ. അവരെ എല്ലാവരെയും രംഗത്തിറക്കണം. 1. 2, അഴിമതിക്കാരനായിട്ടുള്ള കടൽ കിളവന്മാരുണ്ട്. അവരെ മാറ്റി നിർത്ത്. അല്ല, അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതായത് PJ കുര്യൻ പോലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവധില്ലാത്ത PJ കുര്യൻ പോലും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അത്തരക്കാരുടെ ഒരു വരവ്, അല്ലെങ്കിൽ അത്തരക്കാരുടെ ഈ ഒരു സീറ്റ് വേണം എന്നുള്ള ഒരു ആശങ്ക, മത്സരിക്കാൻ സീറ്റ് വേണം എന്നുള്ള ഒരു പിടിവാശി, അത് ഈ ഇതിനെ സ്വാധീനിക്കും. അത് പാടില്ല. PJ കുര്യൻ ഒരിക്കലും പാടില്ല. അതവിടെ നിൽക്കട്ടെ. 7 തവണ MP ആയാലാണ് പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അയാൾ വന്നിട്ട് പറയാണ്, പാർട്ടി പറഞ്ഞാൽ ഞാൻ ഉളുപ്പുണ്ടോ ഈ ആൾക്കൊക്കെ? 7 തവണ MP, KPCC പ്രസിഡന്റ്, പിന്നെ കേന്ദ്ര ആഭ്യന്തര ധനമന്ത്രി, 10-75 വയസ്സ് 80 വയസ്സിനടുത്തായി അയാൾക്ക് വീണ്ടും എന്തൊരു അസംബന്ധം. അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ VM സുധീരനെ നമ്മൾ നമിക്കണം. കാരണം VM സുധീരൻ പച്ചയ്ക്ക് പറഞ്ഞു, ഞാനിനി സജീവ രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ലാതെ പറഞ്ഞാൽ അയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു. അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരെ ഒന്നും വരരുത്. അതുപോലെ തന്നെ അഴിമതിക്കാരുണ്ട് അതിനകത്ത്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള VS ശിവകുമാർ, ഇതുപോലെയൊക്കെയുള്ള അഴിമതിക്കാരുണ്ട്. അവരെല്ലാവരെയും മാറ്റി നിർത്തുക. വനിതകളെ കൊണ്ടുവരൂ. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറഞ്ഞു, അവർ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും അവർ നല്ല ഭരണമികവ് ഉണ്ടാകുന്നൊരു വനിതയായിരിക്കും. അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണ, അവർ എത്രയോ തവണ മത്സരിച്ചിട്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിലൊരു സോയ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വനിത, അവർക്ക് എത്ര. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള വീണ നായർ. അതുപോലെ വളരെ ഉശിരോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന രാഹുൽ മാങ്കുട്ടത്തിനെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് അതൊരു ടെൻഷനാണത്. ഇതൊരു ടെൻഷനുള്ള വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പിന്നെ വേണുഗോപാല് ഒരു സമയത്ത് കൊണ്ടുവന്ന കുറേ മഹിളാ നേതാക്കന്മാരുണ്ട് ജില്ലകളിലൊക്കെ. ഞാൻ എൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല.
അതുപോലത്തെ ഒരെണ്ണത്തിനെയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്നു. മഹിളാ കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ട്, ജെബി മേത്തർ. എന്തിനു കൊള്ളാമോ സ്ത്രീ? അപ്പോൾ ഇതുപോലെയുള്ള ഉശിരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെ, വനിതകൾ, പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഭരണപരിചയമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇപ്പോൾ ഇവിടെയുള്ള എം വിൻസെന്റിനെ പോലെയൊക്കെയുള്ള ആളുകളില്ലേ, വിൻസെന്റ്. അതുപോലെ തന്നെ മറ്റേ കരുനാപ്പള്ളിയും ജയിച്ച മഹേഷ്, അതുപോലെയൊക്കെയുള്ള ഇപ്പോൾ ഉള്ളവരെല്ലാവരും നിൽക്കട്ടെ. ഒന്ന് അടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്താ, ഒരൊറ്റ MP പോലും മത്സരിക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായി? ഇവിടെയുള്ള ഇയാൾ എന്താണ്, അടൂർ പ്രകാശ്, അയാൾക്ക് എന്ത് യോഗ്യതയാണ് മത്സരിക്കാനുള്ളത്? അയാൾ MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അയാൾ ഡൽഹി പോയുള്ള പണി നോക്കട്ടെ. അയാൾക്ക് ഇവിടെ മന്ത്രിയാവണം, അയാളുടെ ആഗ്രഹം. മനസ്സിലായില്ലേ? അതുപോലെ പല MP മാർക്കും ആ നിലയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മനോരമയിലൊരു വാർത്ത കണ്ടു. പിന്നെ എന്താണ്, അടൂർ പ്രകാശിനും ഷാഫി പറമ്പിലിനും ഇളവ് നൽകിയേക്കും. എന്തിന്? ആരാണ് ഷാഫി പറമ്പിൽ? ഷാഫി പറമ്പിലായതുകൊണ്ട് ഏതോ ഒരു തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തിരി ഭൂരിപക്ഷം കൂടി. പക്ഷേ ഷാഫി പറമ്പിലില്ലെങ്കിൽ ഈ പാർട്ടി ഇല്ലേ? അങ്ങനെയാണ് ഈ പാർട്ടി നിങ്ങൾ പിരിച്ചുവിടും. പിന്നെ പാലക്കാട് മത്സരിക്കാൻ ഷാഫി വേണം. എന്തിന് ഷാഫി? ഊശ്വരന്മാരായിട്ട് വേറെ പിള്ളേരെ അവിടെ കൊണ്ടൊന്നും നിങ്ങൾ മത്സരിപ്പിക്കേ. അപ്പം ഷാഫി പറമ്പിൽ പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, അത് കഴിഞ്ഞ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നുള്ള MLA, ഷാഫി പറമ്പിൽ പോകുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ADC ആയിട്ടുള്ള പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ MP കഴിഞ്ഞിട്ട് പിന്നെ മത്സരിച്ച് പിന്നെ മന്ത്രിയാകുക. അതൊന്നും ജനം അംഗീകരിക്കില്ല. ഒരാളൊന്നും അല്ല ഈ പാർട്ടിയെ കൊണ്ടു നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല, ഈ UDF എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ഈ CPM വിരുദ്ധ വികാരത്തിന് മേൽ അധികാരത്തിൽ വരാനല്ല അവർ ശ്രമിക്കേണ്ടത്. അവർ ജനങ്ങളോട് പറയണം, ഞങ്ങൾ വന്നാൽ ഞങ്ങൾ ഇന്നത് ചെയ്യും. മനസ്സിലായി? ഞങ്ങൾ തൊഴിലിൻ്റെ കാര്യത്തിൽ ഇന്നത് ചെയ്യും, ഞങ്ങൾ വ്യവസായത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഞാൻ ഇവിടെ 10 വർഷമായിട്ട് CPM ഇവിടെ ഭരിക്കുന്നു. ഇവിടെ വ്യവസായത്തിൻ്റെ മേഖല എന്ത് പൂക്കാച്ചുള്ളതാണ് ഈ പ്രാന്തന്മാർ ചെയ്തത്? എന്താ ഇവിടെ കൊണ്ടുവന്നത്? എന്തെങ്കിലും കൊണ്ടുവന്നോ? ഉമ്മൻചാണ്ടി പോയപ്പോൾ അയാൾക്ക് വിഴിഞ്ഞൊന്നോ അല്ലെങ്കിൽ മറ്റൊന്നോ മറിച്ചൊന്നോ അല്ലെങ്കിൽ മറ്റേ മെട്രോ റെയിലെന്നോ കണ്ണൂർ വിമാനത്താളെന്നൊക്കെ പറയാനുണ്ട്. ഉമ്മാരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? പറഞ്ഞല്ലോ, വിഴിഞ്ഞം തുറമുഖവരുടെ സംഭവം പറഞ്ഞില്ലേ? എന്നിട്ട് കാർഷിക മേഖലയല്ലേ പ്രധാനപ്പെട്ട മേഖല, മുഴുവൻ തകർന്ന് തരിപ്പണമായി പോലും. എന്നിട്ട് ഈ വൃത്തികെട്ടവന്മാർ ചെയ്യുന്ന എന്താണ്? സത്യം പറഞ്ഞാൽ ഇറങ്ങി ഓടാൻ തോന്നുന്നു. അതായത് ഏതോ ഒരു മദ്യത്തിന് പേരിടാൻ വേണ്ടി മത്സരം. അതായത് ബാറുകൾ പൂട്ടും, സ്കൂളുകൾ തുറക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണെന്ന് ഓർക്കണം. 10,000 നല്ല മദ്യത്തിന് നല്ല പേരിട്ടാൽ ഞാൻ പറഞ്ഞ ഉളുപ്പുണ്ടോ വിജയ? ഞാൻ ചോദിക്കും, വിജയ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്നവനല്ലേ. എൻ്റെ ഭാര്യ പറയായിരുന്നു, പിന്നെ അവരൊരു പേരെഴുതി അയക്കാൻ പോകുന്നത് കാലൻ. ഞാൻ പറയുന്നത് ഗോൾഡൻ ഗോസ്റ്റ്, അതായത് കാരണം നമ്മൾ ആലോചിച്ചു, കേരളത്തിൽ എത്രയോ ലക്ഷം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മദ്യം. ആ മദ്യം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവന്മാർ. അപ്പോൾ ഇവന്മാർ കഴിഞ്ഞ 5-10 വർഷം ഇവിടെ ഭരിച്ചു. ഇവിടെ വ്യവസായം കൊണ്ടൊന്നില്ല, ഇവിടെ കൃഷി കൊണ്ടൊന്നില്ല, ഇവിടെ തൊഴിൽ കൊണ്ടൊന്നില്ല, പുല്ലുമാർ കൊണ്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വ്യത്യസ്തത കാണിച്ചു കൊടുക്കണം UDF. ഞങ്ങൾ വന്നാൽ ഞങ്ങളിങ്ങനെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഉശിരന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ വെച്ച് ഉശിരന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ വെക്കുക, MP-മാരെ മത്സരിപ്പിക്കാതിരിക്കുക, അഴിമതിക്കാരെ മത്സരിപ്പിക്കാതിരിക്കുക, കമ്മിറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരികളെയും കൊണ്ടുവരിക, സ്ത്രീകൾക്ക് ഉശിരയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുക. അവസാനം തങ്ങൾ വന്നാൽ ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ നിലയിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു 100 സീറ്റിന് മുകളിലേക്ക് പോകാം. തമ്മിലടിയാണെങ്കിലും ചിലപ്പോൾ ജയിച്ചെന്നിരിക്കും. പക്ഷേ ചിലപ്പോൾ ഒരു കട്ടിച്ചൊരു 10, 72 ഒക്കെ. അങ്ങനെ അല്ല പോകേണ്ടത്. ഈ പിണറായി വിജയൻ ഇവിടെ പോകുമ്പോൾ അതിന് പകരം ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന സംതിങ് ടു ലുക്ക് അപ്പോൺ എന്ന് പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു UDF സർക്കാർ ഇവിടെ അധികാരത്തിൽ വരണമെന്നാണ് ഈ CPM-ൻ്റെ വാൾമുനയ്ക്ക് കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ ആഗ്രഹം. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഭരണം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. ഇനി 3ാം ടേമിൽ പിണറായി വിജയൻ വരുമെന്നൊക്കെ പാർട്ടി സെക്രട്ടറി, അതായത് ഇടതുപക്ഷ അധികാരത്തിൽ വരുമെന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോൾ ഒരു ചങ്കിടിപ്പോട് കൂടിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നത്. അപ്പോൾ UDF-കാർ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രകടന പത്രികയായി പുറത്തിറക്കി അത് ജനങ്ങളിലേക്ക് എത്തിച്ച്, ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവിടെ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഒന്നും ഒരു വളർച്ചയുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, തീർത്തും തകർന്ന് തരിപ്പണമാകുകയെന്നൊരവസ്ഥയിലാണ്. കാരണം ലോട്ടറിയും മദ്യവും മാത്രം കൊണ്ട് പിടിച്ചു നിന്ന് പോകുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം അധപതിച്ചിരിക്കുന്നു. നിലനിന്ന് പോകുന്നു എന്നല്ല പറയേണ്ടത്, അധപതിച്ചിരിക്കുന്നു. അതിന് കാരണക്കാരായ ഈ ഇടതുപക്ഷ സർക്കാരിനെയും പിണറായി വിജയനെയും ഇറക്കി വിടേണ്ട ഒരു ബാധ്യത
ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്നത്, ഒരു പ്രതീക്ഷ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്നത് UDFിലാണ്. അത് ഈ തമ്മിൽ തല്ലാതെ അല്ലെങ്കിൽ ഈ കടൽക്കിഴവന്മാരെയൊക്കെ മാറ്റി നിർത്തി യുവജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF തയ്യാറാകണമെന്നാണ് കേരളത്തിൽ ഈ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ജീവിക്കേണ്ടി വരുന്ന നിർഭാഗ്യവാനായ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്.